ശ്രീകൃഷ്ണ ജ്യോതിശാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഇവിടെ ചിന്തിക്കുന്നത് സെപ്റ്റംബർ മാസത്തെ ഫലമാണ് പറയുന്നത്. സെപ്റ്റംബർ മാസത്തിൽ തുലാ കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. തുലാ കൂറ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ നക്ഷത്രം ചിത്തിരയുടെ ആദ്യത്തെ പകുതി ഭാഗം കഴിഞ്ഞ് അവസാനത്തെ പകുതി ഭാഗം കൂടി വരുന്ന ചിത്തിര നക്ഷത്രവും ചോതിയും വിശാഖത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗത്തിൽ വരുന്ന വിശാഖ നക്ഷത്രവും കൂടി ചേരുന്ന തുലാ കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. തുലാ കൂറിൽ ആ രാശിയിൽ തൊട്ട് തന്നെ 5-ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ശനി അനുകൂല ഭാവത്തിൽ, 6-ാം ഭാവത്തിൽ രാഹു അനുകൂല ഭാവത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. 8-ൽ പ്രതികൂല സ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം, 9-ൽ ത്രികോണ സ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വ, 10-ൽ ബുധൻ അനുകൂലം, 11-ാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ടുള്ള സൂര്യൻ, 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്നത്, കേതു 12-ൽ നിൽക്കുന്നു. ഇതാണ് ഗ്രഹസ്ഥിതി. ഇവർക്ക് പൊതുവെ ചിന്തിച്ചു കഴിഞ്ഞാൽ വ്യാഴത്തിൻ്റെ ഒരു അഭാവം മാത്രമേ ദോഷമായിട്ട് കാണുന്നുള്ളൂ. അതിനായി ചെയ്യേണ്ടത് ധനത്തിൻ്റെയും കുടുംബത്തിൻ്റെയും വാക്കിൻ്റെയും പ്രവൃത്തിയുടെയും ഭാഗ്യത്തിൻ്റെയും ദൈവാധീനത്തിൻ്റെയും സന്താനത്തിൻ്റെയും സ്വർണ്ണാഭരണത്തിൻ്റെയും അതുപോലെ തന്നെ ധനധാന്യത്തിൻ്റെയും എല്ലാറ്റിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും കാരകനായിട്ടുള്ള വ്യാഴം 8-ൽ മറഞ്ഞു കഴിഞ്ഞാൽ അത്ര ദോഷമാണ്. അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം എന്ന് വെച്ച് പറഞ്ഞാൽ വ്യാഴാഴ്ച സഹസ്രനാമ ജപം ചെയ്യുക, പാരായണം ചെയ്യുക. ഓരോരോ ഓപ്ഷൻ പറയണം. രണ്ടാമത് വന്നിട്ട് മഞ്ഞ തുണി വിഗ്രഹത്തിനനുസരിച്ചിട്ടുള്ള അളവിനനുസരിച്ചിട്ട് ഓരോ സ്ഥലത്ത് ഓരോരോ വിഗ്രഹത്തിനനുസരിച്ചിട്ടുള്ള തുണിയായിരിക്കും. അതിനനുസരിച്ചുള്ള പട്ട് വാങ്ങി തുളസിമാലയും അലങ്കാരത്തിനായിട്ട് തുളസിമാലയും നിവേദ്യമായിട്ട് പാൽപ്പായസ വഴിപാടും സഹസ്രനാമ അർച്ചനയും ചെയ്യുന്ന പക്ഷം ഇതിലേതെങ്കിലും സഹസ്രനാമം പാരായണം ചെയ്യുന്നതാണ് ഏറ്റവും ഗുണം. അതല്ലാത്ത പക്ഷം ഇതിലേതെങ്കിലും വഴിപാട് ചെയ്തു കഴിഞ്ഞു പറഞ്ഞാൽ ആ ദോഷത്തിന് പരിഹാരമായി എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം അനുകൂലപരമായിട്ടുള്ളതാണ്. ധാന്യ വർധനവിന് കാരണമായിട്ടുള്ള വ്യാഴം നഷ്ടം നിൽക്കുന്ന കാരണം അതിന് പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ ധനസമ്പത്തുണ്ടാവും, കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവും, നമ്മളുടെ ചെയ്യുന്ന പ്രവർത്തിക്കുന്ന തൊഴിലിന് ഗുണങ്ങളുണ്ടാവും. അതുപോലെ ധനധാന്യ നഷ്ടങ്ങൾ ഒഴിവാക്കാൻ പറ്റും. പറയുന്ന വാക്കുകളിൽ ശ്രദ്ധാകുലനായി ചെയ്യാൻ പറ്റും. ജ്യോതിഷ് സംബന്ധമായിട്ടും അതുപോലെ തന്നെ വക്കീൽ സംബന്ധമായിട്ടും അതുപോലെ വാക്കുകൾ കൊണ്ട് പ്രവർത്തനം ചെയ്യുന്ന അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ തൊഴിൽ ചെയ്യുന്നവർക്കെല്ലാം വളരെ ഗുണകരമായിട്ട് വരുന്ന ഒരിതാണ് വ്യാഴത്തിന്. അത് പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ കുടുംബപരമായിട്ടും ഐശ്വര്യപരമായിട്ടും സന്താനങ്ങളെ നേർവഴി കൊണ്ടുവരാൻ എല്ലാ സാധ്യതയും ഉണ്ടാവും എന്നാണ് പറയുന്നത്. ആരോഗ്യം വളരെ ഗുണകരമായിരിക്കും, ധൈര്യം ഉണ്ടാവും, അതുപോലെ തന്നെ ചങ്കൂറ്റം ഉണ്ടാവും, സഹോദര ഗുണങ്ങളുണ്ടാവും, നേതൃത്വം വഹിക്കാനുള്ള കഴിവുണ്ടാവും, തൊഴിൽ മേഖല പുരോഗതി ഉണ്ടാവും, ഭാഗ്യം തെളിഞ്ഞു കാണും. ഭാഗ്യസൂക്തം കൂടി ഇതിനൊപ്പം ചേർത്ത് ചെയ്യണം എന്നുള്ളത് പറയുന്നത്. ഭാഗ്യസൂക്തം കൂടി ചെയ്തു കഴിഞ്ഞാൽ ഭാഗ്യം തെളിഞ്ഞു വരും. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും ഈ മാസം നടക്കുവാനുള്ള സാധ്യത. കാരണം ഗവൺമെൻറ് കാരകനായിട്ടുള്ള സൂര്യൻ തന്നെ സ്വക്ഷേത്രത്തിൽ 11-ാം ഭാവത്തിൽ ബലവാനായി നിൽക്കുന്ന കാരണം വൻകിട ലോണുകളെല്ലാം അപേക്ഷിച്ചിട്ടുള്ളവർക്കെല്ലാം അത് കിട്ടുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് ആനുകൂല്യത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നവർക്ക് അത് അനുകൂല്യം ലഭിക്കും. അത് പലതും ആകാം. ഭൂമി സംബന്ധമായിട്ടുള്ള രേഖകളാകാം, ധനസംബന്ധമായിട്ടുള്ള രേഖകളാകാം, അതുപോലെ PSC ലിസ്റ്റിൽ പെട്ടിട്ട് ജോലി കിട്ടാതിരിക്കുന്ന അവർക്കാകാം, അത് കിട്ടാനുള്ള സാധ്യത. അതുപോലെ ഗവൺമെൻറ് തലത്തിൽ പല പ്രാവശ്യം കയറി ഇറങ്ങിയിട്ടും ഓരോ കാര്യങ്ങൾ സാധിക്കാതെ വരുന്നതിലുള്ള ഭാഗപ്പിഴവുകളെല്ലാം മാറി അത് തെളിഞ്ഞു വരുവാനുള്ള സാധ്യത. ഗവൺമെൻറ് ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്കെല്ലാം സ്ഥാനമാന പദവികൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അർഹതപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള സാധ്യത. ചുരുക്കി പറഞ്ഞാൽ പഞ്ചായത്ത്, വില്ലേജ് തൊട്ട് ഗ്രാമപഞ്ചായത്ത് തൊട്ട് സെക്രട്ടേറിയറ്റ്, കലക്ട്രേറ്റ് വരെയുള്ള സ്ഥാപനാദികളും കോടതി വ്യവഹാരങ്ങളും കോടതി കേസുകളും എല്ലാം തീർപ്പാകുവാനുള്ള സാധ്യത കൂടി ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. സന്താനങ്ങളെ നേർവഴി കൊണ്ടുപോകാൻ വളരെ ശ്രദ്ധിക്കണം. സന്താനങ്ങളുടെ പഠിത്തത്തിൽ കുറച്ച് ശ്രദ്ധ വേണം, അലസത ഇല്ലാതിരിക്കണം. പ്രത്യേകിച്ച് കൗമാര സംബന്ധമായിട്ടുള്ള പ്രായത്തിലുള്ള കുട്ടികളെയാണ് കുറച്ച് ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളത്. നമ്മുടെ ഒരു ശ്രദ്ധ വേണം. അവർ എവിടെ പോവുകയാണെങ്കിലും വരികയാണെങ്കിലും ശ്രദ്ധ വേണം. എവിടേക്ക് പോകണം വരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കണം. അവർ പറയുന്നത് അപ്പാടെ വിശ്വസിക്കരുത് എന്ന് പറയുന്നത്.
ധനസംബന്ധമായിട്ടുള്ള യോഗങ്ങളെല്ലാം കാണുന്നുണ്ട്. പുതിയ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അതിൽ നിന്നും മോചനങ്ങൾ നേടുവാനുള്ള സാധ്യത, അല്ലെങ്കിൽ അതിൽ നിന്നും എന്തെങ്കിലും ഗുണങ്ങൾ വരുവാനുള്ള സാധ്യത, അല്ലെങ്കിൽ അതിൽ നിന്നും അതിൻ്റെ പുതിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത എല്ലാം ഉണ്ടാകും. പുതിയ ബിസിനസ് കാരകനാണ് വ്യാഴം. അത് കാരണം പുതിയ ബിസിനസ്സുകളെല്ലാം സ്റ്റാർട്ടപ്പ് ചെയ്യുക അല്ലെങ്കിൽ തുടങ്ങി വയ്ക്കുക എന്നിവ ചെയ്യുകയാണെങ്കിൽ ജാതകം പരിശോധന, കർശനമായിട്ടുള്ള പരിശോധന വേണം. ജാതകത്തിൽ ബലവാനായിട്ടുള്ള ദശാകാരം, അതിൻ്റെ അപഹാരനാഥൻ എന്നിവയെല്ലാം സൂക്ഷ്മതയോടുകൂടി പരിശോധിച്ച് വേണം ചെയ്യാൻ എന്നുള്ളതാണ് പറയുന്നത്. ബുദ്ധിപരമായിട്ടുള്ള ചിന്ത വളരെ നല്ലതാണ്. അവനവൻ്റെ ബുദ്ധിക്കനുസരിച്ച് ചെയ്യുന്ന പ്രവർത്തികളെല്ലാം സക്സസ് ആകാൻ, അത് സഫലീകരിക്കുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഭവന സംബന്ധമായിട്ടും ഭൂമി സംബന്ധമായിട്ടുമുള്ള യോഗം നല്ല പോലെ കാണുന്നുണ്ട്. ഭവനം വെക്കാനുള്ള യോഗം ഉണ്ടാവും. ആഡംബരപരമായിട്ടുള്ള ഭവനം വെക്കാനുള്ള യോഗം ഉണ്ടാവും. നമ്മൾ ഒരു 1000 സ്ക്വയർ ഫീറ്റാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് 1500, 1200 അല്ലെങ്കിൽ 1600 പോകാനുള്ള സാധ്യതയുണ്ട്. 3000 സ്ക്വയർ ഫീറ്റിലുള്ള വീടാണ് ഉദ്ദേശിക്കുന്നത്, ചിലപ്പോൾ 4000, 4500 സ്ക്വയർ ഫീറ്റ് വീട് വരും. അതുപോലെ വാഹനങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മൾ എക്സിക്യൂട്ടീവ് വാഹനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ അത് ആഡംബര വാഹനമായിട്ട് വാങ്ങിക്കുവാനുള്ള സാധ്യതകൾ ഉണ്ടാവും. രോഗത്തെ ചെറുത്ത് നിൽക്കുവാനുള്ള സാധ്യതകൾ ഉണ്ടാവും. അസുഖങ്ങളിൽ പെട്ട് കഴിഞ്ഞ് ഇരിക്കുന്ന ചികിത്സയിലുള്ളവർക്കെല്ലാം നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സർജറികൾ മറ്റുള്ളതൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. ദൈവാനുഗ്രഹം കുറച്ച് കമ്മിയായിട്ടുള്ള വ്യാഴം നിൽക്കുന്ന കാരണം കമ്മിയായിട്ടുള്ളത് കാരണം കൊണ്ട് ഭാഗ്യ സ്വപ്നം ചെയ്യാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ അഥവാ ഓപ്പറേഷനും മറ്റതും വിധേയനായിട്ട് നിർബന്ധം കൂടിയേ തീരൂ എന്നുള്ളവർക്ക് മൃത്യുഞ്ജയ ഹോമം അവനവർക്ക് സാധ്യത, അതായത് ഭവനത്തിൽ വെച്ച് നടത്തുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമായിരിക്കും. അല്ലാത്ത പക്ഷം അമ്പലത്തിൽ ചെയ്യുക എന്നുള്ള പറയുന്നത് ഉദ്ദേശിച്ച കാര്യങ്ങൾ സാധിക്കുവാനുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും കാണുന്നുണ്ട്. വിവാഹാദി മംഗളകർമ്മങ്ങളെല്ലാം വന്ന് ഒത്തുചേരുവാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് അത് നടക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ബന്ധുസമൂഹങ്ങളായിട്ട് കൂട്ടുബന്ധങ്ങൾ പിടിക്കുവാനുള്ള സാധ്യതയുണ്ട്. അർഹതപ്പെട്ട ജോലികളെല്ലാം കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. വിദേശ സംബന്ധമായിട്ട് ധനം കൈകാര്യം ചെയ്യുന്നതിൽ പ്രത്യേക ശ്രദ്ധ വേണം എന്നാണ് പറയുന്നത്. അതായത് വിദേശ തൊഴിലുമായി ബന്ധപ്പെട്ട് ഏജൻസികൾ മുഖേന ലക്ഷക്കണക്കിന് രൂപയോ അല്ലെങ്കിൽ 50,000, 1 ലക്ഷമോ അല്ലെങ്കിൽ 2 ലക്ഷമോ 5 ലക്ഷമോ അല്ലെങ്കിൽ 10 ലക്ഷമോ ഒക്കെ അഡ്വാൻസ് ആയിട്ടോ അല്ലെങ്കിൽ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വളരെ കരുതലോടുകൂടിയും ജാമ്യത്തോടു കൂടിയും വേറൊരാളുടെ റെക്കമെൻഡേഷനോടുകൂടിയും അന്വേഷണത്തോടുകൂടിയും കൂടി കൊടുക്കണം എന്നുള്ള പറയുന്നത്. കാരണം ധനത്തിൻ്റെ ആളാണ് ഇവിടെ വ്യാഴം എന്നുള്ളത് ചോദിക്കുന്നത്. പരിഹാരം ചെയ്യുകയാണെങ്കിലും അത് അത്യാവശ്യമാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത് ചെയ്യണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സേനാധിപത്യം വഹിക്കുന്ന ജവാന്മാരായിട്ടോ മിലിറ്ററിക്കാരായിക്കോട്ടെ, സേനാധിപത്യം വഹിക്കുന്ന നാവികസേന, വ്യോമസേന, കരസേന അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാർ, പോലീസിൽ വകുപ്പിൽ പെട്ടിരിക്കുന്നവർക്കെല്ലാം ഗുണാനുഭവങ്ങളാണ് കാണുന്നത്. അവർക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാവും എന്നാണ് തീർച്ചയായിട്ടും പറയുന്നത്. ഇനിയിപ്പോൾ അത് ആ ഉദ്യോഗത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഉദ്യോഗം കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. അതായത് നാവികസേനയിലോ അല്ലെങ്കിൽ വ്യോമസേനയിലോ കരസേനയിലോ പൈലറ്റ് സംബന്ധമായിട്ടോ വിവാഹന സംബന്ധമായിട്ടോ എയർപോർട്ട് സംബന്ധമായിട്ടോ അങ്ങനെയുള്ള വാഹന സംബന്ധമായിട്ടുള്ളവർക്കെല്ലാം ഗുണമേലാണ്. ഹൈടെക് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും മെക്കാനിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, സ്റ്റീൽ സംബന്ധമായിട്ട് ഇരുമ്പ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണാനുഭവങ്ങളും ഹൈടെക് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പുതിയ പുതിയ ടെക്നോളജികൾ കണ്ടുപിടിച്ച് അതിൽ പ്രശസ്തി നേടുവാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട്. അതുപോലെ ഗവൺമെൻറ് ജോലി ഇരിക്കുന്നവർക്ക് സ്ഥാനമാന പദവികൾ ആവശ്യമാണെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥാനമാന പദവികൾ കിട്ടുവാനുള്ള ഭാഗ്യങ്ങൾ കൂടുതലായിട്ട് തന്നെ കണ്ടുവരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം അപ്രത്യക്ഷപരമായിട്ടുള്ള കാര്യസിദ്ധി ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കും അതുപോലെ തന്നെ ചില കാര്യങ്ങളുണ്ട്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരോട് പ്രത്യേകം ശ്രദ്ധിക്കാൻ പറയാനുള്ളത് അവനവൻ ഉപയോഗിക്കുന്ന വാക്കുകൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അറിയാതെ പെട്ടെന്ന് വായിന്ന് വരുന്ന വർത്തമാനം ചിലപ്പോൾ അബദ്ധത്തിൽ വരും. അത് ശ്രദ്ധിച്ച് വളരെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ വളരെ ഉത്തമമായിട്ട് കയറും. മറ്റുള്ള കാര്യങ്ങളെല്ലാം സ്ഥാനമാന പദവികളോ മറ്റുള്ളതിന് ഗൗരവ പ്രശ്നങ്ങളായാലും അതൊന്നും കുഴപ്പമില്ല പറയുന്നത്. IT സംബന്ധമായിട്ടുള്ള മേഖലകളിൽ ഇലക്ട്രോണിക് സംബന്ധമായിട്ട് മേഖലകൾ, പ്രത്യേകിച്ച് ഇലക്ട്രിക് സംബന്ധമായിട്ടുള്ള മേഖലയിൽ, വസ്ത്രാഭരണ മേഖലയിൽ എല്ലാവർക്കും നല്ല മേൽക്കോയ്മകൾ കാണുന്നുണ്ട്. അതേസമയം സ്വർണ്ണാഭരണ മേഖലയിൽ കുറച്ചൊരു ഡിമാൻഡ് കാണുന്നത് അവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ധനം നഷ്ടം വരാതിരിക്കാൻ സ്ത്രീകളാണെങ്കിൽ ആഭരണങ്ങളെല്ലാം അഴിച്ചു വയ്ക്കുകയാണെങ്കിൽ അതെല്ലാം പ്രത്യേകിച്ച് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്നുള്ള പറയുന്നത്. അതുപോലെ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള സ്റ്റുഡൻസുകൾ അല്ലെങ്കിൽ മെഡിക്കൽ നീറ്റ് എഴുതിയവർ
കൗൺസിലിംഗ് മറ്റുള്ള കാര്യങ്ങളിലെല്ലാം നിൽക്കുന്നവർക്കാണെങ്കിൽ അതെല്ലാം അനുകൂലപരമായിട്ട് വരുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. സ്കോളർഷിപ്പ് മറ്റുള്ള കാര്യങ്ങളെല്ലാം കിട്ടുവാനുള്ള സാധ്യതയും മെഡിക്കൽ സ്റ്റുഡൻസുകാർക്ക് കാണുന്നുണ്ട് എന്ന് തന്നെ പറയുന്നത്. സയൻസ് വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം ഗുണകരമായിട്ടുള്ളതാണ് കാണുന്നത്. അലോപ്പതി മേഖലയായാലും ആയുർവേദ മേഖലയായാലും മെഡിസിൻ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും എന്ന് കൈവരിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട് എന്ന് തന്നെ പറയാം. വാഹന സംബന്ധമായിട്ട് 2 വീലർ തൊട്ട് വലിയ വാഹനങ്ങൾ വരയ്ക്കും ബിസിനസ് ചെയ്യുന്നവരും തൊഴിലെടുക്കുന്നവർക്കും വളരെ അനുകൂലപരമായിട്ടുള്ള സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത്. അത് വളരെ കാര്യമായിട്ടുള്ളൊരു ഗമനമാണ്. അതിൽ വിജയം കൈവരിക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ വിജയിച്ച് വരുവാനുള്ള സാധ്യതയും ഇവർക്ക് കാണുന്നുണ്ട്. പൊതുവെ പറയുകയാണെങ്കിൽ ഈ മാസം ഇവർക്ക് അനുകൂലപരമായിട്ടുള്ള ഒരു വർഷമാണ്. ഇതിൽ തന്നെ അനുകൂലപരമായിട്ട് കുറച്ചുകൂടി സെപ്റ്റംബർ മാസത്തിൽ കുറച്ചുകൂടി അനുകൂലപരമായിട്ടുള്ള വരാനുള്ള ദിവസങ്ങൾ എത്തുവാൻ സെപ്റ്റംബർ 12, 13, 14, 15, 16, 17, 18, 19, 20 ദിവസം 20-ാം തീയതി വരയ്ക്കുള്ള കാല അളവ് വളരെ ഉചിതപരമായിട്ടുള്ളതാണ്. അത് കഴിഞ്ഞാൽ 24, 25, 26, 27, 28 നല്ല ഗുണകരമായിട്ടുള്ള സമയമാണ്. അതേ സമയത്ത് ഇവർക്ക് ശുഭകാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ വേണ്ടപ്പെട്ട കാര്യങ്ങൾ പ്രവേശിക്കാതിരിക്കുക, അങ്ങനെയുള്ള ദോഷം എന്ന് പറയുന്ന ഒരു 3 ദിവസമുണ്ട്. 19, 20, 21 ഈ 3 ദിവസങ്ങളിൽ അഷ്ടമരാശിക്കൂറാണ്. വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. പണം കൊടുക്കൽ, വാങ്ങലുകൾ, കടം കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. അതുപോലെ ശുഭകാര്യങ്ങളൊന്നും ചെയ്യരുത്. വാഹനം വാങ്ങിക്കുക, ഭൂമി വാങ്ങിക്കുക, പുതിയ എഗ്രിമെൻറ്റ് കൈയെഴുത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ദിവസങ്ങളിൽ ചെയ്യരുത്. മറ്റുള്ള ഞാൻ പറഞ്ഞ ദിവസങ്ങളിലെല്ലാം വളരെ അനുകൂലപരമായിട്ടുള്ള ദിവസങ്ങളാണ്. നമസ്കാരം.